الحمد لله وحده الصلاة والسلام على من لا نبي بعده. عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم إن الله يقول يا ابن آدم تفرغ لعبادتي أملأ صدرك غنى وأسد فقرك وإلا تفعل ملأت يديك شغلا ولما سد فقرك. رواه الترمذي وأحمد وابن ماجه وصححه الألباني. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുദ്സിയായ ഹദീസ് എന്ന് പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിക്കുന്ന ഹദീസുകൾക്ക് ഖുദ്സിയായ ഹദീസുകൾ എന്ന് പറയും. അല്ലാഹു തആല പറഞ്ഞു, യാ ഇബ്ന ആദം, ഏ മനുഷ്യ, ആദമിന്റെ സന്തതി, തഫറഗ് ലിഇബാദതി, എന്നെ ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടി നീ സമയം ഒഴിഞ്ഞെടുക്കുക. നിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾക്കിടയിൽ നിന്ന് എൻ്റെ ഇബാദത്തുകൾ, ഞാൻ നിന്റെ മേലെ നിർബന്ധമാക്കിയിട്ടുള്ള കാര്യങ്ങൾ, അത് നമസ്കാരം പോലെയുള്ള ദിക്റുകൾ പോലെയുള്ള അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ, ആ കാര്യങ്ങളാകാം. അതുപോലെ സൃഷ്ടികളോടുള്ള മാതാപിതാക്കളോടുള്ള ബാധ്യതകൾ, ഇബാദത്തിൻ്റെ ഇനത്തിൽ വരുന്ന കാര്യങ്ങൾ, അതിനുവേണ്ടി നീ സമയം ഒഴിഞ്ഞെടുക്കണം. അള്ളാഹുവിൻ്റെ ദിക്റിൽ നിന്ന് അശ്രദ്ധനാവുന്ന രീതിയിലാവരുത്. അങ്ങനെ നീ സമയം ഒഴിഞ്ഞെടുത്തു കഴിഞ്ഞാൽ അംല സ്വദറക ഗിനൻ, നിന്റെ കൽബിൽ ഞാൻ ഐശ്വര്യം നിറക്കും. നിന്റെ കൽബിൽ ഗിനൻ നഫ്സാണ്, നഫ്സിന്റെ ഐശ്വര്യമാണ് ഏറ്റവും നല്ല, ഏറ്റവും ശരിയായ ഐശ്വര്യം. ബാക്കിയുള്ളത് എത്ര കൂടുതലുണ്ടെങ്കിലും കൽബിലൊരു ഐശ്വര്യവും ഇല്ലെങ്കിൽ അവൻ ഏറ്റവും വലിയൊരു ദരിദ്രനാണ്. എന്നിട്ട് പറഞ്ഞു, വ അസുദ്ദ ഫഖറക്, നിന്റെ ദാരിദ്ര്യത്തെ ഞാൻ തടയും. നിനക്ക് ദാരിദ്ര്യം വരുന്നത് തടയും. അഥവാ നമുക്ക് എന്താണോ നമ്മുടെ സമ്പത്ത്, അല്ലെങ്കിൽ എന്താണോ നമ്മുടെ കയ്യിലുള്ളത്, അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം ബറക്കത്ത് ചൊരിയും. ദാരിദ്ര്യത്തിനെ കുറിച്ചുള്ള പേടി നമ്മുടെ കൽബിൽ നിന്ന് ഇല്ലാതാക്കും. എന്നിട്ട് പറഞ്ഞു, വ ഇല്ലാ തഫ്അൽ, നീ അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ മലഅതു യദൈക ശുഗ്ല, നിന്റെ കയ്യിൽ ഞാൻ തിരക്കുകൾ നിറക്കും. അഥവാ നിനക്ക് ദുനിയാവിന്റെ പിന്നാലെ അല്ലെങ്കിൽ നിന്റെ കാര്യങ്ങൾ നേരെയാക്കാൻ വേണ്ടി നെട്ടോട്ടം ഓടേണ്ട അവസ്ഥയായിരിക്കും. ഇബാദത്തിന് വേണ്ടി സമയം കണ്ടെത്താനോ ഒന്ന് മനസ്സമാധാനത്തോടുകൂടി ഇരിക്കാനോ സമയമില്ലാതെ നെട്ടോട്ടം ഓടുന്ന അവസ്ഥയായിരിക്കും. എന്നിട്ട് പറഞ്ഞു, വലം അസുദ്ദ ഫഖറക്, നിന്റെ ദാരിദ്ര്യം ഞാൻ തടയുകയുമില്ല. അതായത് സമ്പത്തിൽ ബർക്കത്തുണ്ടാവുകയില്ല. നമുക്ക് എത്ര കൂടുതലുണ്ടെങ്കിലും നമുക്ക് പേടിയായിരിക്കും ദാരിദ്ര്യത്തെ സംബന്ധിച്ച്. അതിലൊരു ബർക്കത്തും ഇല്ലാതെ പല രീതിയിലായിട്ട് ചെലവാകുന്ന അവസ്ഥ, രോഗമായിട്ടും അല്ലാതെയും എല്ലാം ചെലവാകുന്ന അവസ്ഥ. ഈ ഹദീസ് നമ്മളൊക്കെ നമ്മുടെ കൽബിൽ ധാരാളം ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചത് അവനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, വേറൊരു ലക്ഷ്യവുമില്ല. ആ ലക്ഷ്യം പൂർത്തീകരിക്കാനാണ് ബാക്കിയുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത് നമുക്ക് ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഇബാദത്തിന്ന് വിട്ടിട്ട് ദുനിയാവിന്റെ വിഷയങ്ങളിൽ മാത്രം മുഴുകിക്കൊണ്ട് നാം ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പരലോകവും നഷ്ടാവും, നമ്മുടെ ദുനിയാവും നഷ്ടാവും. എന്നാൽ ദുനിയാവിന്റെ വിഷയങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്ത് നിർബന്ധമാക്കിയുള്ള കാര്യങ്ങൾ, ഒരാൾ കച്ചവടത്തിന്റെ തിരക്കിലാണ്, എന്നാൽ നമസ്കാരത്തിന്റെ സമയം മസ്ജിദിലേക്ക് വരുന്നു, അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് തെറ്റുന്നില്ല, അങ്ങനെയാണ് അവന്റെ ജീവിതം മുന്നോട്ട് പോകുന്നതെങ്കിൽ അല്ലാഹു തആല പറഞ്ഞതുപോലെ അവന്റെ കൽബിൽ ഐശ്വര്യം നിറക്കും, അവന്റെ ദാരിദ്ര്യത്തെ കുറിച്ചുള്ള പേടിയില്ലാതാക്കും, ബർക്കത്ത് നൽകും. അതല്ല എങ്കിൽ അവന്റെ ദുനിയാവിന്റെ പിന്നാലെ നെട്ടോട്ടം ഓടി സമാധാനമില്ലാതെ സമ്പത്തിൽ ബർക്കത്തില്ലാതെ ജീവിക്കുന്ന അവസ്ഥയായിരിക്കും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല യാ ഇബ്ന ആദം, മനുഷ്യനെ വിളിച്ചു പറയുന്ന ഈ വാക്കുകൾ നാം ചിന്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്ത് ചെയ്യാൻ സമയം ഒഴിഞ്ഞ് വെക്കുന്ന, അല്ലെങ്കിൽ സമയം നമ്മുടെ തിരക്കുകളിൽ നിന്ന് ഒഴിഞ്ഞെടുക്കുന്ന ആളുകളായിട്ട് നമ്മൾ മാറുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.